എന്ത് പറയാനാ, നമ്മളിപ്പോൾ ഈ തിയേറ്റർ തന്നെ കണ്ടില്ലേ, ഇളക്കി മറിച്ചിരുന്നത് തളപതിയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ തന്നെ ആരാധകർ വളരെയധികം ആകാംക്ഷയോടാണ് വരുന്നത്. നിങ്ങൾ ഇന്നലെ വൈകുന്നേരം 8 മണി മുതലേ തിയേറ്ററിലുണ്ട്. അതിൽ സൂര്യയുടെ പടം ഉണ്ടായിരുന്നു. അത് നമ്മളെ ബാധിച്ചില്ല. അവർ നല്ലതായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്തു. അവർ രാവിലെ 3:30 ആയപ്പോഴേ ഓടും തോർന്നൊക്കെ അയച്ചു മാറ്റി. 3:30ക്ക് ശേഷം നമ്മൾ കയറി തോർന്നോ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചു. 2011 ഇറങ്ങിയ പടമാണ്. അപ്പം നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം ഈ പടം ചെയ്യണമെന്നുള്ള ആഗ്രഹം നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞിട്ട് എന്താ ചെയ്യാം എന്ന് കരുതി നമ്മൾ മുമ്പോട്ടോ പുറകോട്ടോ ചിന്തിക്കുകയല്ലോ. തളപതിയിലൊരു പടം വരുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം പയ്യന്മാർക്ക് എൻജോയ് ചെയ്യാനും നല്ലൊരു വൈബ് സൃഷ്ടിക്കാനും നമുക്ക് പറ്റുന്നു. ഈ പറയുന്ന തളപതി സിനിമയും രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ വളരെയധികം ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം സിനിമ കണ്ടപ്പോൾ പോലും ഞാൻ അറിയാതെ കഴിഞ്ഞു ഇനിയൊരു പടം കൂടി അല്ലേ ഉള്ളൂ. അതിൽ വർഷത്തിലൊരു പടം നമ്മൾ ആരാധകർക്ക് വേണ്ടി ഇറക്കുന്നുണ്ട്. അവർക്ക് 23-ാം തീയതി ആയിരുന്നു ഒരു പടം വെച്ചിരുന്നത്. 22-ാം തീയതി നമ്മുടെ എക്സിക്യൂട്ടീവ്സ് VSSന്റെ കൺസൈൻ്റെ ഒരു 3 ദിവസം ബുദ്ധാചരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. 27-ാം തീയതി രാവിലെ അവർ 7:30ക്കാണ് ഷോ ചെയ്തത്. പക്ഷെ നമ്മൾ ഓൾറെഡി 7:30ക്ക് ഷോ വെച്ചിരിക്കുന്നതാണ്. അവർ രാത്രി 12 മണിക്കുള്ള ഷെഡ്യൂളാണ്. പക്ഷെ നല്ല കോപ്പറേറ്റ് ആണ്. ഒരു മത്സരം എന്നുള്ള രീതിയിലില്ല. അതായത് നിങ്ങൾ ഇങ്ങനെ വന്നതെന്ന് അറിയാം, സൂര്യ ജോൺസിൻ്റെ കമ്മിറ്റി നമ്മളെല്ലാം നല്ല ഫ്രണ്ട്സിനെ പോലെയാണ്. അവരും ഫ്രണ്ട്സാണ്, നമ്മളും ഫ്രണ്ട്സാണ്. സൂര്യയും വിജയണ്ണനും വേണ്ടതും ഫ്രണ്ട്സാണ്. നമ്മളും ഫാൻസായി വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇനി പകരം അവർ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യും, നമ്മൾ അവരോട് നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്യും. ഒരു പ്രശ്നങ്ങളില്ല, കാര്യങ്ങളും ഭംഗിയായിട്ട് സിനിമ ചെയ്തു. കണ്ടിറങ്ങിയ ഓരോരുത്തരും തലവേറെ ഓരോ സിനിമയുടെ ഇൻട്രോ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴല് കണ്ടാൽ പോലും ഞങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ട്. അത് അന്ന് ഇന്ന് എന്നും ഇനി അങ്ങോട്ട് ഇനിയൊരു നടനെ ഇത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇനി നമ്മൾ വീണ്ടും റീറിലീസ് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ്. അദ്ദേഹം രാജാവിനെ നല്ല രാജകീയമായിട്ട് തന്നെ പറഞ്ഞുവിടാനുള്ള പരിപാടിയാണ്.